ഷോൾഡർ ജോയിൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ തെറ്റിപ്പോവാൻ അല്ലെങ്കിൽ ഡിസ്ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള ജോയിൻറ്റ്. അത് നമ്മുടെ ശരീരത്തിൽ ഇത്രയും മൊബൈലായിട്ടുള്ള വേറൊരു ജോയിൻ്റ് ഇല്ല. ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കൈ അങ്ങനെ നമ്മുടെ എല്ലാ റേഞ്ചിലും പോകുന്ന പോലെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒന്നാണ്. ഷോൾഡർ ജോയിൻറ്റിനെ പറ്റി സ്ഥിരം പറയുന്നൊരു സെൻറ്റൻസ് ആണ്, ഇറ്റ്സ് എ ജോയിൻറ്റ് ദാറ്റ് ഹസ് കോംപ്രമൈസ്ഡ് സ്റ്റെബിലിറ്റി ഫോർ മൊബിലിറ്റി. നമ്മൾ ഒ പിയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു ഇഷ്യൂ ആണ് ഷോൾഡർ ഇൻസ്റ്റെബിലിറ്റി, അഥവാ തോള് തെറ്റിപ്പോവുക. അപ്പോൾ അത് ആദ്യം സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു ആക്സിഡൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു കളിക്കിടയിലുള്ളൊരു വീഴ്ചയോ എന്തെങ്കിലും ആയിരിക്കും ഈ ഷോൾഡർ ആദ്യമായി ഒരാൾക്ക് തെറ്റിപ്പോകാനുള്ള കാരണം. പക്ഷേ അത് പിന്നീട് ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളിൽ തെറ്റിപ്പോവുക, ചിലർക്ക് അത് ഉറക്കത്തിൽ തെറ്റിപ്പോവുക, അങ്ങനത്തെ കണ്ടീഷൻസുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു സർജറി വഴി കറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇഷ്യൂ ഉള്ളൂ. ഒരു റോഡിൻ്റെ സൈഡിലൊക്കെ ഈ കാറ് റോഡിൽ നിന്ന് താഴെ പോകാതിരിക്കാനായിട്ട് റെയിലിങ്സ് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യത്തെ തവണ ഒരു കാർ ആ റോഡിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ ആ റെയിലിങ്സൊക്കെ പൊളിച്ചിട്ടായിരിക്കും വെളിയിലേക്ക് പോവുക. അപ്പോൾ അതിൻ്റെ പുറകെ വരുന്ന കാറുകൾക്കൊക്കെ ആ കുഴിയിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കും. അപ്പോൾ അതേപോലെ ഈ ഷോൾഡർ ജോയിൻറ്റ് തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ഷോൾഡറിന് പുറത്ത് കുറച്ച് പ്രൊട്ടക്റ്റീവ് കവറിങ്, ഒരു ലേബ്രം എന്ന് പറഞ്ഞിട്ടൊരു പാട, അങ്ങനെ കുറേ ടിഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ തവണ ഷോൾഡർ തെറ്റുമ്പോൾ ഈ ലേബറൊക്കെ പൊട്ടിയിട്ടായിരിക്കും ഈ ഷോൾഡർ വെളിയിലേക്ക് പോവുക. പിന്നീട് അത് തിരിച്ച് നമ്മൾ പിടിച്ചിട്ടാലും ആ റെയിലിങ്സ് അഥവാ ലേബ്രം എന്ന് പറയുന്ന സാധനം തിരിച്ചവിടെ തന്നെ വന്നിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഷോൾഡർ വീണ്ടും വീണ്ടും തെറ്റാനുള്ള സാധ്യത കൂടി വരും. അപ്പോൾ ഇത് നമ്മൾ തക്ക സമയത്ത് ഇത് ഇടപെടുകയാണെങ്കിൽ ഒരു കീ ഹോൾ സർജറി കൂടി ആ റെയിലിങ്സ് എന്ന് ഞാൻ പറഞ്ഞ സാധനം, ആ ലേബ്രം എന്ന് പറയുന്ന ഒരു ടിഷ്യൂ നമുക്ക് കീ ഹോൾ സർജറി വഴി അവിടെ റിപ്പയർ ചെയ്യുന്ന വഴി ആ റെയിലിങ്സ് അവിടെ പുനഃസ്ഥാപിക്കുകയും നമുക്ക് ഷോൾഡറിൻ്റെ സ്റ്റെബിലിറ്റി വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ ഇത് കുറച്ച് തവണയിലധികം തെറ്റിപ്പോഴുന്ന ഷോൾഡർ ആണെങ്കിൽ അവിടെ നമ്മുടെ റോഡിൻ്റെ വീതി കുറയുന്നത് പോലെ ഷോൾഡറിൻ്റെ ഗ്ലിനോയിഡ് എന്ന് പറഞ്ഞൊരു ബോണിൻ്റെ സൈഡ് പയ്യെ തേഞ്ഞു പോവുകയും ആ ഗ്ലിനോയിഡ് എന്ന് പറഞ്ഞ ബോണിൻ്റെ വീതി കുറയുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ഡിസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത വീണ്ടും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് വേറെ എവിടെന്നെങ്കിലും ഒരു ബോണിൻ്റെ പീസും കൂടെ എടുത്ത് വെച്ചിട്ട് ആ ഗ്ലിനോയിഡിൻ്റെ വീതി കൂട്ടുന്ന വഴി സ്റ്റെബിലിറ്റി പുനഃസ്ഥാപിക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ ഈ ഷോൾഡർ തെറ്റിപ്പോകുന്ന ഇഞ്ചുറി വരുന്ന ഓവർ ഹെഡ് അത്ലറ്റ്സ് അഥവാ കൈ തലയ്ക്ക് മുകളിൽ പൊക്കുന്ന ആക്ടിവിറ്റി ഇടയ്ക്കിടെ ചെയ്യേണ്ടി വരുന്ന സ്പോർട്സിൽ ഏർപ്പെടുന്ന ആൾക്കാർ. അതായത് ചിലപ്പോൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ ആയിരിക്കാം, സ്മാഷ് അടിക്കുന്ന സമയത്ത് കൈ വല്ലാണ്ട് തലയുടെ പുറകിലേക്ക് ഇങ്ങനെ ഈ ഒരു പൊസിഷനിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ വോളിബോളിൻ്റെ സ്മാഷ് അടിക്കുന്ന ആൾക്കാരായിരിക്കാം, സ്വിമ്മേഴ്സ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. ആ ഒരു പൊസിഷനിലാണ് ഷോൾഡർ കൂടുതലും തെറ്റിപ്പോകാനായിട്ട് ചാൻസ് ഉള്ളത്. ഷോൾഡർ ജോയിൻറ്റിനെ പറ്റി സ്ഥിരം പറയുന്നൊരു സെൻറ്റൻസ് ആണ്, ഇറ്റ്സ് എ ജോയിൻറ്റ് ദാറ്റ് ഹസ് കോംപ്രമൈസ്ഡ് സ്റ്റെബിലിറ്റി ഫോർ മൊബിലിറ്റി. അത് നമ്മുടെ ശരീരത്തിൽ ഇത്രയും മൊബൈലായിട്ടുള്ള വേറൊരു ജോയിൻ്റ് ഇല്ല. ഇത്രയും എല്ലാ റേഞ്ചിലും കൈ എത്തിക്കാൻ പറ്റുന്ന പോലെ, എല്ലാ റേഞ്ചിലും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ, അങ്ങനെ അത്രയും മൊബൈലായിട്ടുള്ള ഒരു ജോയിൻറ്റ് നമ്മുടെ ശരീരത്തിൽ വേറെ ഇല്ല. അങ്ങനെ ഒരു മൊബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നൊരു ജോയിൻ്റാണ് ഷോൾഡർ ജോയിൻറ്റ്. ഇപ്പോൾ നമ്മൾ നാൽക്കാലികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അപ്പർ ലിംബ് ഇത്ര മൊബൈലല്ല. പക്ഷേ ഇരുകാലികളായ മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കൈ അങ്ങനെ നമ്മുടെ എല്ലാ റേഞ്ചിലും പോകുന്ന പോലെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അങ്ങനെ മൊബിലിറ്റി കൂടുമ്പോൾ എപ്പോഴും സ്റ്റെബിലിറ്റി കുറയും. അതുകൊണ്ട് തന്നെ ഷോൾഡർ ജോയിൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ തെറ്റിപ്പോവാൻ അല്ലെങ്കിൽ ഡിസ്ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള ജോയിൻറ്റ്.